ആകുന്നുണ്ട്. സാന്ദ്ര തോമസ്, താങ്കൾ അടക്കം പരാതി ഉന്നയിക്കുന്നു നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ. എന്ത് ആക്ഷേപമാണ് താങ്കൾക്ക് പ്രധാനമായും ഉന്നയിക്കാനുള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് നമ്മൾ സമ്മർദ്ദം കൊടുക്കുന്നതാണ്. അത് സംഘടന പുറത്തേക്ക് വന്ന് സംഘടനയുടെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനെക്കുറിച്ച് മിണ്ടാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ് പുറത്തേക്ക് വിടാനോ ഇവരാരും തയ്യാറായിരുന്നില്ല. അത് മറ്റ് സംഘടനകളുടെ സമ്മർദ്ദത്തിനെ തുടർന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല എന്നുള്ള മട്ടിലാണ് അവരിയ്ക്കുന്നത്. അത് ശരിയായ നടപടിയല്ല. അത് നമ്മളെ പോലുള്ള ഓരോ സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രഹരം കൂടിയാണത്. അത് നമ്മളൊക്കെ അവിടെ ഇങ്ങനെ ഒരു അസോസിയേഷന്റെ ഭാഗമായി നിൽക്കുന്നതിൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ നിർമ്മാതാക്കളുടെ സംഘടന പെരുമാറുന്നത് എന്നുള്ളത്. അതായത് താങ്കൾ പറയുന്നത് ഈ സ്ത്രീകൾ ചൂഷണം നേരിടുമ്പോൾ അവിടെ സ്ത്രീകളോടൊപ്പം നിൽക്കാനുള്ള ധൈര്യം ഈ പ്രൊഡ്യൂസർമാരുടെ സംഘടന കാണിക്കണം, അങ്ങനെയാണോ? തീർച്ചയായിട്ടും കാണിക്കണം. അതിനെ കളിയാക്കി വിടാനോ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ആ സ്ത്രീ അനുഭവിച്ച വിഷമം എന്താണെന്ന് ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കണം. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ സംഘടനകളുടെ എല്ലാം തലപ്പത്ത് സ്ത്രീകൾ വരണം എന്നുള്ളതാണ്. ഈ പുരുഷന്മാർക്ക് സ്ത്രീകൾ പറയുന്ന വിഷയം എന്താണെന്നോ അവര് അനുഭവിച്ച പെയിൻ എന്താണെന്നോ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അവരാരും ഇതിനെ ബോധർ ചെയ്യുന്നുമില്ല. ആരെങ്കിലും ഇങ്ങനെ ഒരു വിഷമം പറയുമ്പോൾ തന്നെ അതിനെ കളിയാക്കി വിടാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത്. അപ്പോ അവരതിനെ സീരിയസ് ആയിട്ട് പോലും കാണുന്നില്ല. ഒരു സ്ത്രീ എത്രമാത്രം പെയിനിലൂടെ കടന്നു പോയതിനു ശേഷമായിരിക്കും ഇത് വന്ന് പൊതുസമൂഹത്തിനോട് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വന്നിരുന്നത് പറയാനായിട്ട് ധൈര്യം കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ പറയുന്ന സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സീരിയസ് ആയി കാണാത്തതാണോ അല്ലെങ്കിൽ സീരിയസ് ആയി കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ? താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ഈ സിനിമാ മേഖലയിലെ താരസംഘടനയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം, ഇതിപ്പോൾ ഒരു എല്ലാവരും ലിങ്ക് ചെയ്യപ്പെട്ട പരസ്പരം സഹകരിച്ചു പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ. അതെ, ഇത് തീർച്ചയായിട്ടും ഇത് കാണാത്തതല്ല. അത് കാണാത്തതുപോലെ ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് നടത്താനായിട്ടാണ് അവര് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാര്യം ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്നുള്ളത് എങ്ങനെ നിർമ്മാതാക്കൾക്ക് പറയാനായിട്ട് സാധിക്കും? അതൊരിക്കലും സാധിക്കില്ല. കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും സെറ്റുകളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതിനെ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നു? ഇത് പൊതുവായിട്ടുള്ള എല്ലാ നിർമ്മാതാക്കളുടെയും അഭിപ്രായമല്ല. ഇത് അവിടെ ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്ന 3-4 പേരുടെ മാത്രം അഭിപ്രായമാണ്. ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിർമ്മാതാക്കളുടെ സംഘടന നിർമ്മാതാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നത് മുഴുവൻ അവിടെ അധികാര സ്ഥാനത്തിരിക്കുന്ന 3-4 പേരുടെ അഭിപ്രായം മാത്രമാണ്. അതല്ല പൊതുവായിട്ടുള്ള അഭിപ്രായം. ഈവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അഭിപ്രായം പോലും അതല്ല. അവരോട് പോലും ആലോചിക്കാതെയാണ് പല പത്രക്കുറിപ്പുകളും അവിടെ ഇറങ്ങുന്നത്. അതായത് ഈ പുരുഷന്മാരടക്കമുള്ള ഈ സംഘടനയിലെ മറ്റു പുരുഷന്മാർക്കടക്കം ഇതിൽ അതിശക്തമായ വിയോജിപ്പുണ്ട്, അങ്ങനെയാണല്ലേ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. അതിനൊന്നും അംഗീകരിക്കാനോ അവരെയൊക്കെ കളിയാക്കി വിടാൻ അല്ലെങ്കിൽ അവരെയൊക്കെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ പറയുന്ന തലപ്പത്തിരിക്കുന്ന ആളുകൾ ഡിസിഷൻ എടുത്തേക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് ഈ നിർമ്മാതാക്കൾക്കിടയിലും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായിട്ടും 100% ഉണ്ട്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഈ 15 പേര് അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവര് കയ്യും പിടിച്ച് ഒരുമിച്ച് നടക്കുന്ന ഒരു ആക്ടേഴ്സ് മാത്രമല്ല. കൈചൂണ്ടുണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഈ പറയുന്ന എല്ലാ സംഘടനകളിലുമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഓരോ ചാനലുകളിലുമുണ്ട്. പല സിനിമകളും എടുക്കുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള സിനിമകൾ മാത്രമാണ് വിറ്റുപോകുന്നത്. ഞാൻ ഈ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള നിർമ്മാതാക്കൾക്കെല്ലാം മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളത്. കാര്യം വളരെ കുറച്ചു പേരുടെ സിനിമകൾ മാത്രം ഇവിടെ എടുക്കുന്നു, അവര് മാത്രം സിനിമ ചെയ്യുന്നു, അവരുടെ മാത്രം സിനിമകൾ വിൽക്കപ്പെടുന്നു. അത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് OTT-ലും സാറ്റലൈറ്റിലും ഒക്കെ സിനിമ കാണാനായിട്ട് സാധിക്കും. മറ്റ് സിനിമകൾ ഹിറ്റ് ആണെങ്കിൽ പോലും ഇതൊന്നും എവിടെയും എത്താറ് പോലുമില്ല. ഇതൊക്കെ ഈ ഗ്രൂപ്പിൽ പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ എടുക്കാനും വിൽക്കാനും ഒക്കെ സാധിക്കും.
സാധിക്കുന്നുള്ളൂ എന്നുള്ളതും കൂടെ ഒരു സത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലരും പേടിച്ചാണ് മിണ്ടാതിരിക്കുന്നത്. എല്ലാവർക്കും ഇതിനെതിരെ പ്രതികരിക്കാനൊക്കെ പേടിയാണ്, പല നിർമ്മാതാക്കൾക്കും പേടിയാണ്. കാര്യം വർഷങ്ങളായിട്ട് ഈ പറയുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നത്. അവര് ഇനി അവിടുന്ന് മാറുമെന്ന് തോന്നുന്നുമില്ല. കാര്യം അവരവിടെ തന്നെ അലമാരിയും പണിത് കട്ടിലും പണിതാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യവും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് നിർമ്മാതാക്കൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നതൊന്നും അവരുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പടം ചെയ്ത നിർമ്മാതാക്കൾക്കൊന്നും ഈ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു സ്ഥാനവും ഇല്ല, അവർക്ക് മെമ്പർഷിപ്പ് പോലും ഇല്ല. അപ്പം അങ്ങനെയുള്ള നിർമ്മാതാക്കളും സിനിമ നിർമ്മിച്ച ആളുകളെ ഇങ്ങനെ പാടെ തള്ളിക്കളയുന്ന രീതി. കാര്യം അവർക്ക് അനുകൂലമായി നിൽക്കുന്നവരെ മാത്രം കമ്മിറ്റിയിൽ നിർത്തുക, അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ മാത്രം അവരുടെ കൂടെ നിർത്തുക, അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി ചിലരെ വിലക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഒരു സ്വേച്ഛാധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർത്തത്. അത് ധൈര്യത്തോടെ മുന്നോട്ട് വരാനായിട്ട് ഇപ്പൊ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് കണ്ട് ധൈര്യത്തോടെ മറ്റു സ്ത്രീകളും വരാനായിട്ട് തുടങ്ങി. അതിൽ താങ്കൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഏറ്റവും പുതിയ വിവരം എന്നത് ഈ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നു എന്നതാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇതൊക്കെ പറയാൻ പലർക്കും ഭയമാണ് എന്ന്. താങ്കൾക്കും ആ ഭയമില്ലേ എന്ന് ഞാൻ ഇനി ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അങ്ങനെ ഭയമുണ്ട് എങ്കിൽ താങ്കൾ ഇങ്ങനെ ഒരു ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന് ഇത്രയും ഓപ്പണായി സംസാരിക്കില്ല. പക്ഷേ എന്റെ സംശയം, ഇങ്ങനെ പറഞ്ഞതിൽ താങ്കൾക്കൊരു പക്ഷേ ഇതേ സംഘടനയിൽ നിന്ന് വീണ്ടും തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അത് ഒരുപാട് നേരിട്ടിട്ടുള്ള ഒരാളും കൂടെയാണ് ഞാൻ. പക്ഷെ എന്ന് വെച്ച് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോ പറയും? പിന്നീട് അത് പറഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കും. അതിനുള്ളൊരു അവസരം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇതിന് പ്രതികരിക്കണം എന്ന് തോന്നിയത്. അത് ഇതിനുള്ളിൽ നിന്നിട്ട് ഇതിനകത്തൊരു ചേഞ്ച് വരുത്താനായിട്ടാണ് ഇത്രയും നാള് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു തരത്തിലും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മുന്നോട്ട് വരണം. ഇപ്പോൾ ഈ WCC ചെയ്യുന്നത് പോലുള്ള എന്തെങ്കിലും ഇടപെടലിന് സാധ്യതയുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല. ഇപ്പൊ നമ്മള് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല. കാര്യം നമുക്ക് തെറ്റ് എന്ന് തോന്നിയ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇനി തിരുത്തേണ്ടത് നിർമ്മാതാക്കളുടെ സംഘടനയാണ്. ആ സംഘടന തിരുത്താനായിട്ട് തയ്യാറാവട്ടെ. അവിടെ ഒരു അഴിച്ചുപണി അത്യാവശ്യമാണ്. ആ അഴിച്ചുപണിക്ക് അവർ തയ്യാറാവണം. പുതിയ നിർമ്മാതാക്കൾക്ക് അവസരം കൊടുക്കണം. സ്ത്രീ നിർമ്മാതാക്കൾക്ക് അവിടെ സ്പേസ് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ നടന്ന ഒരു പരിപാടികളിലും ഒരു ചടങ്ങുകളിലും ഒരു സ്ത്രീ നിർമ്മാതാവിനെയും അവർ ഒരു സ്പേസ് കൊടുത്ത് ഒരു പൂ കൊടുക്കാൻ പോലും ഒരു സ്റ്റേജിലേക്ക് വിളിച്ച് കാണത്തില്ല. അതിന് കാരണം സ്ത്രീകളെ അവര് കാണുന്നത് നമ്മള് ചുമ്മാ ചിരിച്ചു വർത്താനം പറയുന്നു എന്നല്ലാതെ നമ്മളെ ഒരു വ്യക്തിയായിട്ട് പോലും അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ശരി, ഞാനിത് ചോദിക്കാൻ കാരണം ഞാൻ പറയുന്നു, ഇപ്പോൾ ഞങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്ന വാർത്ത എന്നത് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നു എന്നുള്ളതാണ്. താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു, തുടർ നടപടികളുമായി സർക്കാർ സംവിധാനങ്ങൾ പോകുന്നു. അപ്പോൾ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിൽ നിന്നുകൊണ്ടൊരു തിരുത്ത് വലിയ പ്രയാസകരമാണ് എന്ന് പറയുമ്പോൾ ആ സംഘടനയിൽ പ്രവർത്തിച്ചാൽ മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, മറ്റു വഴികളുണ്ട്. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്, അത്തരം സാധ്യതകൾ തേടുമോ എന്ന്. തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയാൽ ഈ നിർമ്മാതാക്കളുടെ സംഘടന ഉണ്ടായിട്ടല്ലല്ലോ ഞാൻ ഇവിടെ വന്ന് സിനിമ ചെയ്തത്. ഇവിടെയുള്ള ഓരോ നിർമ്മാതാക്കളും വന്ന് സിനിമ ചെയ്തത് അങ്ങനെയല്ലല്ലോ. അവര് സിനിമ ചെയ്ത് 2 സിനിമകൾ എടുത്തതിന്റെ ഭാഗം എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സംഘടനയിൽ അംഗം പോലും ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആരെയും ഭയപ്പെടുന്നില്ല. ഒപ്പം ഈ WCCയുടെ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അവർ ഇപ്പോൾ കാണിക്കുന്ന ഒരു ആർജവം, മുഖ്യമന്ത്രിയെ നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പശ്ചാത്തലത്തെ കൂടി അത് അവർ ഇന്നല്ലല്ലോ ഈ ആർജവം കാണിക്കുന്നത്. അവർ എന്നേ കാണിച്ചൊരു ആർജവത്തിന്റെ പേരിലാണ് ഇന്ന് എന്നെ പോലുള്ള ഓരോരുത്തരും മുന്നോട്ട് വരുന്നത്. അത് തീർച്ചയായിട്ടും കയ്യടി അർഹിക്കുന്നു WCC. ബിക്കോസ് അവരാണ് ആ ധൈര്യം നമ്മൾ ഓരോരുത്തർക്കും തന്നത്. അത് ഇനിയും മുന്നോട്ട് തന്നെ പോകട്ടെ. ഇനിയും സ്ത്രീകളായിട്ടുള്ള കൂടുതൽ ആൾക്കാർക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ. കാര്യം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ കൂടുതൽ സ്ത്രീകൾക്ക് വരാനായിട്ടുള്ള ഒരു അവസരം ഈ ഇൻഡസ്ട്രി ഒരുക്കി. നിർമ്മാതാക്കളുടെ ഇടയിലും ഈ വനിതകൾ ചൂഷണം നേരിടേണ്ടി വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും 100%. അത് നമുക്കിപ്പോ പുറത്തു വന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത് പറയാൻ പരിമിതി ഉണ്ടെങ്കിൽ ഈ നടികൾ അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് പോലുള്ള ചൂഷണവും നടക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. എന്തൊക്കെയാണേലും ഒരു സ്ത്രീ തന്നെയല്ലേ, അതിനെ സ്ത്രീയായിട്ട് തന്നെയല്ലേ പുരുഷന്മാർ കാണാറുള്ളൂ. അപ്പൊ അതിൻ്റെതായ ചൂഷണങ്ങൾ എല്ലായിടത്തും നടക്കാറുണ്ട്. അപ്പൊ അതായത് ഈ സെക്ഷൽ സ്വഭാവത്തോടെയൊക്കെ ഉള്ള പോലും ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. റൈറ്റ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ്. ഗൗരവമേറിയ വിമർശനം തന്നെയാണ്. അതായത് ലൈംഗിക സ്വഭാവത്തോടു കൂടിയ ചൂഷണം നിർമ്മാതാക്കളുടെ ഇടയിൽ പോലും നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് സാന്ദ്ര തോമസിനെ പോലെയുള്ളവർ പറയുന്നത്. എന്തായാലും അവർ പോരാട്ടത്തിന്റെ പാതയിലാണ്. സംഘടനയിൽ നിന്നുകൊണ്ടൊരു തിരുത്ത് സാധിക്കുമോ എന്ന് നോക്കുന്നു. ഇല്ല എങ്കിൽ മറ്റു വഴികൾ തേടേണ്ടതുണ്ട് എന്ന ആത്മധൈര്യത്തോടു കൂടിയാണ് പറയുന്നത്. അത് തീർച്ചയായും കയ്യടി അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ WCC